മലയാള സിനിമയ്ക്ക് ന്യൂഡൽഹി എന്ന അത്ഭുത ചലച്ചിത്രം സമ്മാനിച്ച പ്രിയ സംവിധായകൻ ജോഷിയുടെ പുത്രൻ അഭിലാഷ് ജോഷി ദുൽഖർ സൽമാനെ നായകനാക്കി സംവിധാനം ചെയ്ത കിങ് ഓഫ് കൊത്ത 2023 ഓഗസ്റ്റ് മാസമാണ് റിലീസിനെത്തിയത്. വലിയ സ്കെയിലിൽ നിർമ്മിക്കപ്പെട്ട ചിത്രമായിരുന്നിട്ട് കൂടി തിരക്കഥയുടെ ബലക്കുറവ് കാരണം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമയായിരുന്നു അത്. അതിൻ്റെ പിറ്റേന്നാണ് നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത RDX എന്ന സിനിമ റിലീസിനെത്തിയത്. തിരക്കഥയിൽ വലിയ പുതുമകളൊന്നും അവകാശപ്പെടാൻ ഇല്ലായിരുന്നിട്ടും തിയേറ്ററിനുള്ളിൽ പ്രേക്ഷകരെ കൃത്യമായി എൻഗേജ് ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു ആ കൊച്ചു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ. ആ സിനിമ ഓണം റേസിൽ വിന്നറായി മാറുകയും ചെയ്തു. 3 വർഷങ്ങൾക്കിപ്പുറം അതേ നഹാസ് ഹിദായത്ത് തൻ്റെ സ്വപ്ന പദ്ധതിയായ ഐ ആം ഗെയിം എന്ന വമ്പൻ ചിത്രവുമായി എത്തുകയാണ്. കൂടെ പാൻ ഇന്ത്യൻ സ്റ്റാർ DQവും. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിലറിൽ നിന്നും മലയാള സിനിമയ്ക്ക് അത്രയൊന്നും പരിചിതമല്ലാത്ത ഒരു മേഖലയിലൂടെയാണ് സിനിമയുടെ സഞ്ചാരം എന്നത് വ്യക്തമായതാണ്. എറണാകുളം സരിതയുടെ പരിഷ്കരിച്ച അപ്ഗ്രേഡഡ് 4K അറ്റ്മോസ് സ്ക്രീനിൽ ഉദ്ഘാടന ചലച്ചിത്രമായി വരുന്നതും ഐ ആം ഗെയിമാണ് എന്നത് വ്യക്തിപരമായി എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കെട്ടുറപ്പാർന്ന ഒരു തിരക്കഥയും അതിനു തക്ക സംവിധാന തികവും ഉണ്ടെങ്കിൽ പാൻ ഇന്ത്യൻ സ്റ്റാർ DQ നായകനായി എത്തുന്ന ഐ ആം ഗെയിം വാനോളമുള്ള ഒരു വിജയം നേടിയെടുക്കും എന്നത് ഒരു തർക്കവും ഇല്ലാത്ത വസ്തുത തന്നെയാണ്. വിജയാശംസകൾ പ്രിയ DQ. നിർത്തുന്ന പ്രൊസസ്സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന റിക്വസ്റ്റോടെ.